അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചീരയും സേമിയയും വെച്ചിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. കേടുള്ള ഇലയൊക്കെ മാറ്റിയിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ചീര നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ തണ്ടോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക. തീരെ പൊടിയായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് ചീര കട്ട് ചെയ്തെടുത്തതാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ അളവിൽ നമ്മൾ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസിൻ്റെ അളവിൽ അളന്നിട്ടെടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് സേമിയാണ്. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത ഇതുപോലെ നീളമുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത സേമിയ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ 1 കപ്പ് സേമിയാണ് വേണ്ടത്. ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് നമുക്ക് കൈകൊണ്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് കൈകൊണ്ട് ഇതുപോലെ മുറിച്ച് ഇട്ട് കൊടുക്കുക. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതും ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത ചീര ഒരു പാനിലേക്ക് മാറ്റാം. ഇനി ഈ ചീര വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ചീര ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. മൂടി വെച്ച് കൊടുക്കുക. ചീരയൊക്കെ വെന്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മുഴുവനും അങ്ങ് വെള്ളം വറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വെള്ളം നമുക്ക് വേണം. അപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളിത് പിടിച്ച് നോക്കുന്ന ഈ തണ്ടൊക്കെ പിടിച്ച് നോക്കുന്ന സമയത്ത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. കണ്ടില്ലേ, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിന് നമുക്ക് കുറച്ച് ശർക്കര പാനി ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് ശർക്കര അളന്നെടുക്കാം. പൊടിച്ചതിന്റെ അളവാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു നോർമൽ മധുരമാണ്. ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ശർക്കര ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പൊ ശർക്കര എല്ലാം എന്താ മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ചീര വേവിച്ച് വെച്ചതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ആ വെള്ളത്തോട് കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ചെറിയ ജാർ വേണം എടുക്കാൻ. ഇനി ചീര ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ ചീര ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കാം. വെള്ളം കുറവാണ്, അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ചീര അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഇപ്പം ഞാൻ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സേമിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൈകൊണ്ട് മുറിച്ചെടുത്ത സേമിയാണ്. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത സേമിയ ആയാലും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നെയ്യിലിട്ടിട്ട് ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് വറുക്കാം. സേമിയൊക്കെ നല്ലോണം റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഗോൾഡൻ നിറം ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. 3 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 3-ാം പാലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങ ചിരകിയതിലേക്കാണ് 1 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള 1-ാം പാല്. വീണ്ടും നമ്മൾ അടിച്ചെടുത്ത തേങ്ങാ കൊത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം 3 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ള 3 കപ്പ് 2-ാം പാലും. 3-ാം പാല് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് പിഴിഞ്ഞ കൊത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള 3-ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാലാണ് വേണ്ടത്. 3-ാം പാലില് വെച്ചിട്ടാണ് നമ്മൾ ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഈ സേമിയ എല്ലാം ഒന്ന് വെന്ത് വരണം. അപ്പൊ തേങ്ങാപ്പാലൊക്കെ വറ്റി സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ 3 കപ്പ് വെള്ളം ചേർത്ത് അടിച്ചെടുത്തിട്ടുള്ളതാണ്. വീണ്ടും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക ഫ്ലെയിം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചീരയില്ലേ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഇത് തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒരുപാടങ്ങ് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ്. ഇപ്പോൾ കല്ലും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. കല്ലും മണ്ണും ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചൗവരി വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് ചൗവരി 1 ലിറ്റർ തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് വറ്റി വരണം. അതുവരെയും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വറ്റി ഇതാ വന്നിട്ടുണ്ട്, വറ്റി കുറുകി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കാം. ഇത് വെറുതെ ചുക്കൊന്ന് തല്ലി ചതച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചുക്കുപൊടി ഒഴിവാക്കാം. അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. വെറുതെ ഏലക്ക മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഏലക്കയുടെ ആ തൊണ്ടൊക്കെ മാറ്റിയിട്ട് ഒരു മാത്രം പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്. സാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ചീരയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് പ്രഥമൻ തയ്യാറാക്കി കൊടുക്കുക, ഒരുപാട് ഇഷ്ടമാകും. ഇപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കുറുകിയ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിരകിയെടുത്ത തേങ്ങയിലേക്ക് 4 കപ്പ് തേങ്ങയല്ലേ എടുത്തിട്ടുള്ളത്, അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. 1-ാം പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് ചൂടായി കിട്ടണം. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അതാ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ചേർക്കാനുണ്ട്. ഇപ്പം ഞാൻ ചെറിയൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ. നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തെല്ലാം ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇതുപോലെ ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് കുറച്ച് കശുവണ്ടി പരിപ്പിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് കശുവണ്ടി പരിപ്പിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് റോസ്റ്റ് ചെയ്യാം. ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരണം. ഇപ്പോൾ ആ ഉണക്കമുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. സാധാരണ നമ്മൾ പ്രഥമനൊക്കെ തയ്യാറാക്കുന്ന അട വെച്ചിട്ടൊക്കെ അല്ലേ, അതുപോലെ ചീരയും സേമിയും വെച്ചിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിന്റെ ടേസ്റ്റ്. ചീരയൊക്കെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് നമുക്ക് പ്രഥമൻ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് ഈസിയാണ്. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പശുവും പാലിലും ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ശർക്കര പാനിയിൽ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ പച്ച ചീര വേണമെന്നുണ്ടെങ്കിൽ അതിലും ചെയ്തിട്ടെടുക്കാം. ചുമന്ന ചീര വേണമെങ്കിൽ അതിലും ചെയ്തിട്ടെടുക്കാം. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഈ ചുമന്ന ചീരയിലാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ചീര വെച്ചിട്ടുള്ള ഈ പ്രഥമൻ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്